ഹലോ, വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ അഗ്നിമനുഷ്യനെയും ബാലവീറിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. ബാലവീറാണെങ്കിൽ അഗ്നിമനുഷ്യൻ്റെ പ്രഹരം മൂലം തന്നെ അവിടെ അവശനായി വീണിരിക്കുകയാണ്. ബാലവീറിന് ബോധമേ ഇല്ല. ഇതേ സമയത്ത് തന്നെ അഗ്നിമനുഷ്യനാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം കുട്ടുമാൻ പറയുകയാണ്, അഗ്നിമനുഷ്യ, നിന്റെ ലാവ ഉപയോഗിച്ച് ബാലവീറിനെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ആവേശം കൊണ്ട് നമ്മുടെ അഗ്നിമനുഷ്യനും തൻ്റെ ലാവ ബാലവീറിൻ്റെ നേരെ പ്രയോഗിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ മഹാവിനാശിനി പറയുകയാണ്, വേണ്ട, ഇപ്പോൾ അത് ചെയ്യണ്ട എന്ന് പറയുകയാണ്. ഇതേ കേട്ട് അഗ്നിമനുഷ്യൻ ചോദിക്കുകയാണ്, എന്താണ് മഹാവിനാശിനി, നീ എന്തിനാണ് എന്നെ തടയുന്നത്? ബാലവീറിനെ ഇല്ലാതാക്കിയിട്ടാവണം എനിക്ക് ദേവതാലോകത്തെ ബാക്കി ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മഹാവിനാശിനി പറയുകയാണ്, ഇങ്ങനെ ഒറ്റയടിക്ക് ബാലവീറിനെ അങ്ങ് കൊന്നാൽ ദേവതമാരെങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് അഗ്നിമനുഷ്യനും അത് ശരിയാണെന്ന് തോന്നുകയാണ്. മഹാവിനാശിനി പറയുകയാണ്, കുട്ടുമാനെ, നമ്മുടെ രാക്ഷസ പക്ഷിയോട് വരാൻ പറയൂ എന്ന് പറയുകയാണ്. അങ്ങനെ കുട്ടുമാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ശംഖൂതിക്കൊണ്ട് രാക്ഷസ പക്ഷിയെ വിളിച്ചു വരുത്തുകയാണ്. പിന്നീട് ദേവതാലോകത്താണ് കാണിക്കുന്നത്. ദേവതാലോകത്താണെങ്കിൽ നമ്മുടെ ഡുണ്ടുമാനാണെങ്കിൽ ആ ഒരു പുഴക്കരയിൽ ഇരുന്നു കൊണ്ട് അതിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡുണ്ടുമാനാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. ബാലവീർ ഒരുപാട് നേരമായി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. മറ്റു ഡുണ്ടുമാന്മാരെല്ലാം വന്നുകൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഡുണ്ടുമാൻ പറയുകയാണ്, ബാലവീറിന് എന്ത് പറ്റിയോ എന്തോ, ബാലവീറിന് പോയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെയും ബാലവീറിനെ കാണാനില്ലല്ലോ, എനിക്ക് എന്തോ വളരെയധികം പേടിയാവുന്നു എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് റാണി ദേവതയുടെ കൊട്ടാരത്തിലാണ്. അവിടെ എല്ലാ ദേവതമാരും അവിടെ നിൽക്കുകയാണ്. റാണി ദേവതയും മറ്റു ദേവതമാരെല്ലാവരും തന്നെ ബാലവീറിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. അവരാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്, ബാലവീർ ഒരുപാട് നേരമായി പോയിട്ട് അവൻ്റെ യാതൊരു വിവരവും ഇല്ലല്ലോ, അവന് എവിടെയായിരിക്കും എന്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്താണ് അങ്ങോട്ട് വായുദേവത ഓടി വരുന്നത്. വായുദേവത വന്നിട്ട് പറയുന്നത് കാര്യം ഇതാണ്, രാക്ഷസ പക്ഷിയാണെങ്കിൽ നമ്മുടെ ദേവതാലോകത്തെ ചുറ്റി നടക്കുകയാണ് എന്ന്. ഇത് കേട്ട് റാണി ദേവത ചോദിക്കുകയാണ്, എങ്കിൽ നിനക്കതിനെ തകർത്തുകൂടായിരുന്നോ, അതിനെ ഇല്ലാതാക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വായുദേവത പറയുകയാണ്, ഞാനും അതിന് തുടങ്ങിയതാണ്, പക്ഷേ ആ ഒരു കാര്യം കണ്ടാൽ റാണി ദേവതയെ നിങ്ങളും ഞെട്ടുമെന്ന് പറയുകയാണ്. ഇതേ സമയത്താണ് ആ ഒരു രാക്ഷസ പക്ഷിയാണെങ്കിൽ ദേവതയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. ആ ഒരു കൊട്ടാരത്തേക്ക് വരുന്നത് കണ്ട് മറ്റു ദേവതമാരെല്ലാവരും തന്നെ ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ്. എന്താണ് അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ആ ഒരു രാക്ഷസ പക്ഷിയുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ ബാലവീർ ഉണ്ടാവും. ബാലവീർ വളരെയധികം അവശനാണ്, അവന് യാതൊരു ബോധവുമില്ല. അങ്ങനെ ആ ഒരു രാക്ഷസ പക്ഷിയാണെങ്കിൽ ആകാശത്തിൽ നിന്നും ബാലവീറിനെ ദേവതമാരിലേക്കിട്ട് അവിടെ നിന്നും പോവുകയാണ്. ദേവതമാരെല്ലാവരും തന്നെ ബാലവീറിനെ കണ്ട് പേടിച്ച് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സൗന്ദര്യ ദേവതയാണെങ്കിൽ ബാലവീറിനോട് കണ്ണു തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലവീറിന് ബോധമേ ഉണ്ടായിരുന്നില്ല. റാണി ദേവതയാണെങ്കിൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് ബാലവീറിൻ്റെ മേലുണ്ടായിരുന്ന എല്ലാ മുറിവുകളും മാറ്റിക്കൊടുത്തു എന്നെങ്കിലും നമ്മുടെ ബാലവീറിന് ബോധം തിരിച്ചു കിട്ടുന്നില്ല. ഇതെല്ലാം തന്നെ ദുഷ്ടലോകത്തിരുന്ന് മഹാവിനാശിനിയും അതുപോലെ തന്നെ ശാത്തിർപരിയും മാന്ത്രിക ജലം ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവതമാരെല്ലാവരും തന്നെ ബാലവീറിനെയും എടുത്ത് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് ഇലകളെല്ലാം തന്നെ ഇട്ടുകൊണ്ടുള്ള ഒരു മരുന്നുണ്ടാക്കിയിട്ട് ബാലവീറിന് കൊടുക്കുകയാണ്. ബാലവീറാണെങ്കിൽ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലവീർ എഴുന്നേറ്റ ഉടനെ തന്നെ റാണി ദേവത ചോദിക്കുകയാണ് അവിടെ എന്താണ് ഉണ്ടായതെന്ന്. ഇതേ സമയത്ത് തന്നെ ബാലവീർ പറയുകയാണ്, ആ ഒരു അഗ്നിമനുഷ്യൻ മോചിതനായിട്ടുണ്ട്. അഗ്നിമനുഷ്യനാണെങ്കിൽ അവിടെ തന്നെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല അഗ്നിമനുഷ്യൻ തനിച്ചല്ല, അഗ്നിമനുഷ്യനും മഹാവിനാശിനിയും ശാത്തിർപരിയും കൂടി ദേവതാലോകത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ട് റാണി ദേവത വളരെയധികം ഷോക്കാവുകയാണ്. മാത്രമല്ല റാണി ദേവത പറയുകയാണ്, ഒരിക്കലെങ്കിലും ആ ഒരു അഗ്നിമനുഷ്യൻ ജ്വാലാമുഖി എന്ന ആ ഒരു പർവ്വതത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ, ആ ഒരു പർവ്വതത്തിൽ നിന്നും ലാവ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവതാലോകത്തെ ചുട്ട് നശിപ്പിക്കുകയായിരിക്കും അവനെന്ന് പറയുകയാണ്. അഥവാ ദേവതാലോകത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ആ ഒരു ജ്വാലാമുഖി എന്ന് പറയുന്ന ആ ഒരു പർവ്വതത്തിനുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ദേവതമാരെല്ലാവരും തന്നെ ശാന്തമാക്കി വെച്ചത് കൊണ്ട് തന്നെ അതിനിപ്പോൾ ഒരു പവറുമില്ല. എന്നാൽ അഗ്നിമനുഷ്യനെങ്ങാനും അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ, ആ ഒരു ജ്വാലാമുഖിക്ക് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തുടങ്ങും. ദേവതാലോകത്തിൻ്റെ ഒരു സൈഡിലായതുകൊണ്ട് തന്നെ ദേവതാലോകം മുഴുവനും ഇല്ലാതാവുകയും ചെയ്യും.
അങ്ങനെ ദേവതമാരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ച് നിൽക്കുമ്പോഴാണ് ദേവതാലോകത്തേക്ക് ആ ഒരു അഗ്നിമനുഷ്യൻ വരുന്നത്. അഗ്നിമനുഷ്യൻ വന്നിട്ട് അഗ്നിമനുഷ്യൻ നേരെ ദേവതാലോകത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് നടക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അഥവാ ആ ഒരു ജ്വാലാമുഖി എന്ന പർവ്വതത്തിൻ്റെ അടുത്തേക്ക് നടക്കുവാൻ വേണ്ടി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലുവിൻ്റെ ഇതുപോലെ എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching and it's me Balvin Malayalam signing off.